എത്ര പെട്ടെന്നല്ലേ നോമ്പൊക്കെ കഴിഞ്ഞു പോകുന്നത്. ഈ വീഡിയോ എടുക്കുന്നത് 12ാം നോമ്പിൻ്റെ വിശേഷങ്ങളാണ്. എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് ഒന്ന് നോക്കാം. അടുക്കളയിലേക്ക് വന്നപ്പോൾ പോരാളി ചപ്പാത്തി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ചപ്പാത്തിയിലേക്ക് തേങ്ങ അരച്ച ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കിയാണ്. അടുത്ത ഊയം എൻ്റേതാണ്. ഞാനാണ് പൊരികളൊക്കെ ഉണ്ടാക്കാറുള്ളത്. പൊട്ടാറ്റോ കൊണ്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് ചെറുതായി അരിഞ്ഞ സവാള, ഇതിലേക്ക് തന്നെ ചെറുതായി അരിഞ്ഞ പച്ചമുളക്, ചെറുതായി അരിഞ്ഞ കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇനി നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മിക്സ് ചെയ്ത പൊട്ടാറ്റോയിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർക്കാം. ഉരുളക്കിഴങ്ങ് ഉടച്ചത് പൊട്ടിപ്പോകാതെ നിൽക്കാനും വേണ്ടിയാണ് മൈദ ചേർക്കുന്നത്. ഇനി മാവിൽ നിന്നും നീളത്തിൽ ഉരുളകളാക്കാം. നിങ്ങൾക്ക് എങ്ങനെ രീതിയിലും ആക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി മുട്ടയിൽ മുക്കി സമൂസ ഷീറ്റിൽ കോട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഓരോന്നും പൊരിച്ചെടുക്കാം. ചൂടായ ഓയിലിലേക്ക് ഇട്ട് പൊരിക്കാം. ഓരോ ഭാഗം ഗോൾഡൻ കളർ ആവുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ചട്ടിയിൽ നിന്നും എടുക്കാം. ഈ റെസിപ്പിയുടെ പേരെന്താന്ന് ചോദിക്കണ്ട, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്തതാണ്. ഉള്ളിവടയും കൂടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഇതിലിട്ടാൽ ഇനി നീളം കൂടും. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. ജ്യൂസിനായി എടുത്തിട്ടുള്ളത് മാംഗോ ജ്യൂസാണ്. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലോട്ട് ജ്യൂസൊക്കെ പാർന്ന് വെക്കുകയാണ്. ഇതൊക്കെയാണ് 12ാം നോമ്പിലെ വിശേഷങ്ങൾ. ഡെയിലി വീഡിയോ ഇടണം എന്നാണ് ആഗ്രഹം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ.